ത്രിയേക ദൈവത്തിന് സ്തുതി. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട ദിവചനമേ, വചനമായി മണ്ണിൽ അവതരിച്ച് മനുഷ്യനായി മനുഷ്യരക്ഷയ്ക്ക് വഴിയൊരുക്കിയ നസ്രായനായ യേശുക്രിസ്തുവിൻ്റെ ദിനനാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനം. കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് ഉപദേശിച്ചതായിട്ടുള്ള ഒരു ദൈവവചനം യോഹന്നാൻ്റെ സുവിശേഷം 8-ാം അധ്യായം അതിൻ്റെ 12-ാമത്തെ തിരുവചനം നമുക്ക് നാം ഇങ്ങനെ വായിക്കുന്നു. യേശു വീണ്ടും ജനക്കൂട്ടത്തോട്, ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാകുന്നു. എൻ്റെ പിന്നാലെ വരുന്നവൻ അന്ധകാരത്തിൽ നടക്കുകയില്ല, പിന്നെയോ അവൻ ജീവൻ്റെ വെളിച്ചം കണ്ടെത്തും എന്ന് പറയുന്നു. പ്രിയമുള്ളവരെ, കർത്താവ് നൽകുന്ന അതിശക്തമായ ഒരു സന്ദേശമാണ് ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു എന്നുള്ള സന്ദേശം. ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു എന്ന് കർത്താവ് പറയുമ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം, ലോകത്തിൻ്റെ വെളിച്ചം എന്ന് നമ്മൾ കാണുന്നത്, അല്ലെങ്കിൽ ഈ ഭൂമിക്ക് വെളിച്ചം തരുന്നതെന്ന് പറയുന്നത് സൂര്യനാണ്. സൂര്യനിൽ നിന്നാണ് നമ്മൾ വെളിച്ചവും ചൂടും എല്ലാം നമ്മൾ പ്രാപിക്കുന്നത്. പക്ഷേ അങ്ങനെയുള്ള ഒരു ഭൂമിയിൽ അവൻ കടന്നു വന്നിട്ട് അവൻ ജനത്തോട്, നമ്മളോട്, ലോകത്തോട് ഉദ്ഘോഷിക്കുകയാണ്, ഞാനാണ് ലോകത്തിൻ്റെ വെളിച്ചം എന്ന് ഉദ്ഘോഷിക്കുകയാണ്. എന്താണ് ഈ സൂര്യനിൽ നിന്ന് യേശുക്രിസ്തുവിനുള്ള വ്യത്യാസം? ഈ സൂര്യനിലേക്ക് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന കാര്യം, ഈ സൂര്യൻ്റെ പ്രത്യേകത, ഇത് പകൽ മാത്രം, ഒരു ദിവസത്തിൽ പകുതി സമയം മാത്രം വെളിച്ചം തരുന്നതാണ് സൂര്യൻ എന്ന് പറയുന്നത്. പക്ഷേ യേശുക്രിസ്തു എന്ന് പറയുന്ന വെളിച്ചത്തിൻ്റെ പ്രത്യേകത, അത് രാവും പകലും ഒരുപോലെ നമ്മളോട് കൂടെ ഇരുന്ന് നമുക്ക് വെളിച്ചം തരുന്നതാണ്. നമുക്കെപ്പോഴും നിത്യമായ വെളിച്ചമായി അവൻ നമ്മളോട് കൂടി ഇരിക്കുന്നു. അതുകൊണ്ടാണ് അവൻ തന്നെ സൂചിപ്പിച്ചുകൊണ്ട് ഈ ലോകത്തിൻ്റെ നിലനിൽക്കുന്ന വെളിച്ചം താനാണ് എന്ന് കർത്താവ് ഓർമ്മിപ്പിക്കുന്നത്. പ്രിയമുള്ളവരെ, ഈ നിലനിൽക്കുന്ന നിത്യതയിലേക്ക് കൂടെ നമ്മെ നയിക്കുന്ന വെളിച്ചമാണ് അവൻ. നിത്യതയെ പറ്റിയുള്ള വെളിച്ചമാണ് യേശുക്രിസ്തു. ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാണ് എന്ന് പറയുമ്പോൾ അവൻ ദൈവം വെളിച്ചമാണ് എന്നുള്ള യാഥാർത്ഥ്യം കൂടെ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. അവൻ വെളിച്ചത്തിൽ നിന്നുള്ള വെളിച്ചമാണ് എന്ന് വിശ്വാസ പ്രമാണത്തിൽ നമ്മൾ ചെല്ലുന്നു. അവൻ പ്രകാശത്തിൽ നിന്നുള്ള പ്രകാശമാണ്. അവൻ എല്ലാവരെയും പ്രകാശിപ്പിക്കുന്ന യഥാർത്ഥമായ നിലനിൽക്കുന്ന പ്രകാശമാണ് ക്രിസ്തു എന്ന് ദൈവവചനം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ യേശുവിനാകുന്ന പ്രകാശത്തിലേക്ക് നമ്മൾ കടന്നു വരുവാൻ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. ഈ ലോകത്തിൻ്റെ പ്രകാശത്തിൻ്റെ പ്രത്യേകത എന്താണ്? ഈ ലോകത്തിൻ്റെ സൂര്യൻ കിഴക്ക് ഉദിച്ചിട്ട് പടിഞ്ഞാറോട്ട് സഞ്ചരിക്കുന്ന ഒരു സൂര്യനാണ് നമുക്കുള്ളത്. ആ സൂര്യനൊപ്പം നടക്കുന്ന ഏവരും അസ്തമനത്തിൻ്റെ ദിക്കിലേക്ക് സഞ്ചരിച്ചു കൊണ്ടേയിരിക്കും. പക്ഷേ യേശുക്രിസ്തു എന്ന് പറയുന്ന സൂര്യൻ നമ്മെ കിഴക്കോട്ട് തിരിഞ്ഞ് പ്രാർത്ഥിക്കുവാൻ, കിഴക്കോട്ട് ഏദൻ പറുദീസയിലേക്ക്, ജീവൻ്റെ പ്രകാശത്തിൻ്റെ ദിക്കിലേക്കാണ് നമ്മെ നയിക്കുന്നത്. അതായത് അവനോടുകൂടെ സഞ്ചരിക്കുന്ന ഓരോരുത്തർക്ക് അസ്തമനത്തിൻ്റെ അടുക്കിലേക്കല്ല, ഉദയത്തിൻ്റെ അടുക്കിലേക്ക് സഞ്ചരിക്കാനാകും. അതല്ലെങ്കിൽ പ്രകാശത്തിൽ നിന്ന് കൂടുതൽ പ്രകാശത്തിലേക്ക്, ഒരിക്കലും ഇരുളിനയിലേക്ക് കടന്നു വരാതെ പ്രകാശത്തിൽ നിന്ന് കൂടുതൽ തേജസ്സിലേക്ക്, തേജസ്സിൽ നിന്ന് കൂടുതൽ ഉജ്ജ്വലമായ തേജസ്സിലേക്ക് യേശുക്രിസ്തുവാകുന്ന വെളിച്ചം നമ്മെ കൊണ്ടുപോകുമെന്ന് പ്രിയമുള്ളവരെ നാം തിരിച്ചറിയണം. അതുകൊണ്ട് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വരുവാൻ അവൻ നമ്മളോട് ആവശ്യപ്പെടുകയാണ്. കർത്താവ് ലോകത്തിൻ്റെ വെളിച്ചമാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. അത് ലോകത്തിൻ്റെ വെളിച്ചം എന്ന് പറയുന്നത്, അവൻ യെരൂശലേമിൽ നിന്ന്, ഗലീലായിൽ നിന്ന് അവൻ ഇത് പ്രഘോഷിക്കുമ്പോൾ അത് യേശു സൂചിപ്പിക്കുന്നത് എന്താണെന്നറിയാമോ? അവൻ ഗലീലായുടെ മാത്രം പ്രകാശമല്ല, യെരൂശലേമിൻ്റെ മാത്രം പ്രകാശമല്ല, ഇസ്രായേൽക്കാരുടെ മാത്രം പ്രകാശമല്ല, ജാതികളുടെ മുഴുവൻ്റെയും, ലോകത്തിൻ്റെ മുഴുവൻ്റെയും, സകല ജനത്തിൻ്റെയും, ഈ ഭൂമിയിൽ ജനിച്ചിട്ടുള്ളവരും ജീവിച്ചിട്ടുള്ളവരും ഇനി ജനിക്കാനിരിക്കുന്ന എല്ലാവരുടെയും
പ്രകാശമാണ് അവൻ എന്നുള്ള യാഥാർത്ഥ്യമാണ് അവൻ നമുക്ക് വെളിപ്പെടുത്തി തരുന്നത്. യേശു ജാതികളുടെ പ്രകാശമാണ്. കർത്താവിനെ ദേവാലയത്തിലേക്ക് പ്രവേശനത്തിൻ്റെ പെരുന്നാൾ നടത്തുന്ന സമയത്ത് നമ്മൾ വായിച്ചു കേട്ട ഒരു വാക്യം, വൃദ്ധനായ ശമൂവൻ യേശു കുഞ്ഞിനെ കയ്യിലെടുത്തിട്ട് പറയുന്ന ഭാഗം നാം വായിച്ചു കേട്ടു. എന്താണ്? ലൂക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായം അതിൻ്റെ 28 മുതൽ 32 വരെയുള്ള തിരുവചനം. അവിടെ പറയുന്നു, അവനെ കയ്യിൽ ഏന്തി ദൈവത്തെ പുകഴ്ത്തി, നാഥാ, ഇപ്പോൾ തിരുവചനം പോലെ അടിയനെ സമാധാനത്തോടെ വിട്ടയക്കണമേ. ജാതികൾക്ക് വെളിപ്പെടുവാനുള്ള പ്രകാശവും നിന്റെ ജനമായ ഇസ്രായേലിൻ്റെ മഹത്വമായി നീ സകല ജാതികളുടെയും മുമ്പിൽ ഒരുക്കിയിരിക്കുന്ന രക്ഷയെ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടുവല്ലോ എന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം പ്രവചിച്ച് പറയുന്നത് ഇതാണ്. എന്താണ്? ജാതികൾക്ക് വെളിപ്പെടുവാനുള്ള പ്രകാശമാണ് നീ. സകല ജാതികൾക്കും വെളിപ്പെടുവാനുള്ള പ്രകാശമാണ് യേശു എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. യേശുവിൻ്റെ വെളിച്ചത്തിൻ്റെ പ്രത്യേകത അതെന്താണ്? സകല മനുഷ്യരെയും പ്രകാശിപ്പിക്കുന്ന പ്രകാശമാണ് എന്നുള്ളതാണ്. എല്ലാവരെയും പ്രകാശിപ്പിക്കുന്ന പ്രകാശം. യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 9-ാമത്തെ തിരുവചനം ഇങ്ങനെയാണ്: ഏതു മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചം ലോകത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു. ഏതു മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന പ്രകാശമാണ് ആ യേശു ക്രിസ്തു. അവനാണ് ലോകത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അവനാണ് നമ്മുടെ അടുക്കിലേക്ക് കടന്നു വരുന്നത് എന്ന് പ്രിയമുള്ളവരെ ഓർത്തിരിക്കണം. യേശു ക്രിസ്തു സകല മനുഷ്യരെയും പ്രകാശിപ്പിക്കുന്ന പ്രകാശമാണ്. നമ്മൾ കണ്ടിട്ടില്ലേ, പള്ളിയിൽ ചെല്ലുന്ന ഏത് കുഞ്ഞും ഏറ്റവും ആദ്യം ശ്രദ്ധിക്കുന്ന പള്ളിയിലെ ഒരു ഉപകരണമാണ് ധൂപക്കുറ്റി എന്ന് പറയുന്നത്. ധൂപക്കുറ്റി വളരെ അത്ഭുതകരമായ ആഴമേറിയ ചില സന്ദേശങ്ങൾ നമ്മെ പഠിപ്പിക്കുന്ന കാര്യമാണ്. സൺഡേ സ്കൂളുകളിൽ പഠിപ്പിച്ച പാഠങ്ങൾ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. എന്താണ്? ധൂപക്കുറ്റിയുടെ മേൽത്തട്ട് ആകാശത്തെയും കീഴ്ത്തട്ട് ഭൂമിയെ സൂചിപ്പിക്കുന്നു, അതിൻ്റെ ഉള്ളിലെ കരി പാപിയായ മനുഷ്യവർഗത്തെ സൂചിപ്പിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ആ കരിയിലേക്ക് ഒരല്പം തീ കടന്നു വരുമ്പോൾ, അതായത് ഈ തീ അവിടെ സൂചിപ്പിക്കുന്ന യേശു ക്രിസ്തുവാണ്. യേശു ക്രിസ്തു തീയായി ഈ കരിയായിട്ടുള്ള മനുഷ്യവർഗത്തിലേക്ക് കടന്നു വന്നപ്പോൾ അതിലേക്ക് വീണ്ടും വീണ്ടും ഊതുമ്പോൾ ആത്മാവിൻ്റെ കാറ്റ് അതിലേക്ക് കടന്നു വരുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ആ കരിക്ക് അത്ഭുതകരമായ രൂപാന്തരം സംഭവിക്കുകയാണ്. ആ കരി രൂപാന്തരപ്പെട്ട് അത് കത്തിജ്വലിക്കുന്നു. അതിൻ്റെ മുമ്പിലത്തെ ഭാവങ്ങളൊന്നുമല്ല, കത്തിജ്വലിക്കുന്ന പ്രകാശമായ ആ കനലുകളായി അത് രൂപാന്തരപ്പെടുന്നു. ഇതുപോലെ യേശുക്രിസ്തുവിലേക്ക് കടന്നു വരുന്ന ഏവരെയും അവൻ പ്രകാശിപ്പിക്കുന്നു. ഏതു മനുഷ്യനെയും അവൻ പ്രകാശിപ്പിക്കുന്നു. അവൻ ഏതു മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന പ്രകാശമാണ് യേശു എന്ന് ദൈവവചനം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. പ്രിയമുള്ളവരെ, പലപ്പോഴും മനുഷ്യരുടെ ജീവിതത്തിൽ പലപ്പോഴും ഇനി ഒരു സാധ്യതയില്ല എന്ന് ചിന്തിക്കുന്ന പല അവസരങ്ങളും ഉണ്ടാകാറുണ്ട്. പലരെ പറ്റിയും ഇനി ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞ് ഈ ലോകത്തിൻ്റെ വാതിലുകൾ പലപ്പോഴും അടച്ചു വയ്ക്കപ്പെടുന്ന അവസരങ്ങളുണ്ടാകാറുണ്ട്. പക്ഷേ ഈ ഭൂമിയിൽ പാപത്തിൻ്റെ ഏത് കുഴിയിലേക്ക് വീണുപോയ വ്യക്തിയാണെങ്കിലും, എത്രത്തോളം തഴക്കദോഷങ്ങളിൽ വീണുപോയ വ്യക്തിയാണെങ്കിലും, എത്ര വലിയ മാരകമായ കുറ്റകൃത്യങ്ങളുടെ കൊടും ഭാരം ചുമക്കുന്ന വ്യക്തിയാണെങ്കിലും, യേശുക്രിസ്തുവിലേക്ക് വന്ന എൻ്റെ ജീവിതകാലം മുഴുവൻ ഞാൻ പാപത്തിന് അടിമപ്പെട്ടു പോയി എന്ന് ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിലും നിനക്ക് പ്രത്യാശയുണ്ട്. ഈ ഭൂമിയിൽ സ്വന്തം എന്ന് കരുതുന്ന പലരും ഇനി അവന് അല്ലെങ്കിൽ അവൾക്ക് രക്ഷയില്ല, അവൾ പാപത്തിൽ തഴമ്പിച്ചു പോയി, അവൻ പാപത്തിൻ്റെ ദുർശീലത്തിൻ്റെ അടിമയായിപ്പോയി എന്ന് ചിന്തിക്കുന്ന ലോകത്തിലും ഏതു മനുഷ്യനിലും അവസാനിക്കാത്ത ഒരു പ്രത്യാശയാണ് യേശുക്രിസ്തു. തിരിച്ചെടുക്കാൻ പറ്റാത്ത വിധം യേശുക്രിസ്തുവിൽ ഒരുവനും നഷ്ടപ്പെട്ടു പോയിട്ടില്ല. നിൻ്റെ ജീവിതത്തിലെ ഏത് ബലഹീനതകളിൽ നിന്നും ഏത് കുറവുകളിൽ നിന്നും നിൻ്റെ വീണ്ടെടുക്കുവാൻ യേശുക്രിസ്തുവിന് കഴിയും. നഷ്ടപ്പെട്ടു പോയ നിൻ്റെ ജീവിതത്തിലെ ആ പ്രകാശത്തെ വീണ്ടെടുക്കുവാൻ യേശുവിന് കഴിയും. കരിയായിപ്പോയ നിന്നെ വീണ്ടും ജ്വലിക്കുന്ന കനലാക്കി മാറ്റുവാൻ യേശുക്രിസ്തുവിന് കഴിയും. അതുകൊണ്ട് അവൻ പറയുന്ന ഇതാണ്, അവൻ ഏവരെയും പ്രകാശിപ്പിക്കുന്ന പ്രകാശമാണ്. അതിന് ഒന്നിറ്റേ ഒരു കാര്യമുള്ളൂ, അവനോട് ചേർന്നിരിക്കുക എന്നുള്ളത്.
തീയോട് ചേർന്നിരിക്കുക എന്നുള്ളത്. എന്നെ അനുഗമിക്കുന്നവൻ ഇരുളിൽ നടക്കാതെ ജീവൻ്റെ വെളിച്ചമുള്ളവരാകും. യേശുക്രിസ്തു വെളിച്ചമാണ്, അവൻ ലോകത്തിൻ്റെ വെളിച്ചമാണ്. അവനോട് ചേർന്നാൽ, അവനെ അനുഗമിച്ചാൽ ഉണ്ടാകുന്ന വ്യത്യാസം എന്താണ്? യേശുക്രിസ്തുവിനെ അനുഗമിക്കുന്നവരിൽ വെളിച്ചമുണ്ടാകുമെന്ന് മാത്രമല്ല ഇവിടെ ദൈവവചനം പറയുന്നത്, നേരെ മറിച്ച് എന്താണ്? ജീവൻ്റെ വെളിച്ചം ഉണ്ടാകും. വെളിച്ചം മാത്രമല്ല, ജീവൻ്റെ വെളിച്ചമുണ്ടാകുമെന്ന് ദൈവവചനം നമ്മളോട് പറയുകയാണ്. എന്താണ് ജീവൻ്റെ വെളിച്ചം? ജീവൻ്റെ വെളിച്ചം നമുക്കറിയാം. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 36 അധ്യായം അതിൻ്റെ 9-ാമത്തെ തിരുവചനത്തിൽ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു, നിൻ്റെ പക്കൽ ജീവൻ്റെ ഉറവുണ്ടല്ലോ, നിൻ്റെ പ്രകാശത്തിൽ ഞങ്ങൾ പ്രകാശം കാണുന്നു. ദൈവത്തിൽ നിന്ന് കിട്ടുന്നത് എന്താണ്? ജീവൻ്റെ ഉറവാണ്. ഒരിക്കലും വറ്റിപ്പോകാത്ത ജീവൻ്റെ ഉറവ്. അതോടൊപ്പം എന്താണ്? അവൻ്റെ പ്രകാശത്തിൽ നമുക്ക് നിത്യം പ്രകാശം കാണാൻ പറ്റും. നിത്യമായ പ്രകാശം, ഒരിക്കലും ഇരുള് ബാധിക്കാത്ത പ്രകാശമായി അവൻ നമ്മളോടൊപ്പം ഇരിക്കുന്നു. പ്രിയമുള്ളവരെ, അതുകൊണ്ടാണ് യോഹന്നാൻ്റെ സുവിശേഷം 1:41 നമ്മളോട് ഇങ്ങനെ പറയുന്നത്, അവനിൽ ജീവനുണ്ടായിരുന്നു, ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു, വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു, ഇരുളോ അതിനെ പിടിച്ചടക്കിയില്ല. ഇരുളോ അതിനെ പിടിച്ചടക്കിയില്ല. യേശുവിലുള്ള വെളിച്ചത്തിൻ്റെ പ്രത്യേകത, അത് ജീവനുള്ള വെളിച്ചമാണ്. അത് ഇരുളിൽ പ്രകാശിക്കുന്നു. ഈ ലോകത്തിൻ്റെ ഇരുൾ എത്രത്തോളം വലുതായാലും, ഈ ലോകം മുഴുവനും കടുംകട്ടിയുള്ള കൂരിരുട്ട് കൊണ്ട് മൂടിയാലും, ഒരു ചെറിയ പ്രഭ, ഒരു മെഴുകുതിരി നാളത്തിൻ്റെയോ ഒരു മിന്നാമിനുങ്ങിൻ്റെയോ ആയിക്കോട്ടെ, ചെറിയ ഒരു പ്രകാശധാരയ്ക്ക് എന്താണെന്നറിയാമോ? ഈ ഇരുളിനെ കീറി മുറിക്കാൻ ശക്തിയുണ്ട്. ഈ ഇരുളിന് ഒരിക്കലും പ്രകാശത്തെ കീഴടക്കാൻ ശക്തിയില്ല. ഇരുട്ട് എത്ര വലുതായാലും, പ്രകാശം എത്ര ചെറുതായാലും, പ്രകാശത്തിന് ഇരുളിൻ്റെ മേൽ അധികാരമുണ്ട് പ്രിയമുള്ളവരെ. അതുകൊണ്ട് ദൈവവചനം പറയുന്നു, ഇരുളൊരിക്കലും പ്രകാശത്തെ കീഴടക്കില്ല എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയണം. നമ്മൾ ഇരുളിൻ്റെ ഭയാനകതയെ, വ്യാപകത്വത്തെ കണ്ട് നമ്മൾ ഭയപ്പെടരുത്. വെളിച്ചത്തിൽ നമ്മൾ ഉറച്ചു നിൽക്കണം എന്ന് മാത്രമേ ഉള്ളൂ. വെളിച്ചത്തിൽ നമ്മൾ ഉറച്ചു നിന്നാൽ, നമ്മൾ യേശുവിനോട് ചേർന്ന് നിന്നാൽ, നമ്മളെന്ത് ചെയ്യും? നമ്മളും വെളിച്ചമാകും. നമ്മുടെ വെളിച്ചം നമ്മളായിരിക്കുന്ന സമൂഹങ്ങളിലേക്ക്, ചുറ്റുമുള്ള പ്രദേശങ്ങളിലേക്ക് നമുക്ക് പരത്താനും പറ്റും. ചുറ്റുമുള്ള പ്രദേശങ്ങളിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ, നമ്മളായിരിക്കുന്ന സമൂഹത്തിൽ, നമ്മളായിരിക്കുന്ന ദേശത്ത് ആ വെളിച്ചം നമുക്ക് പരത്താൻ പറ്റും. മത്തായി ശ്ലീഹായുടെ സുവിശേഷം 4-ാം അധ്യായം അതിൻ്റെ 13 മുതൽ 17 വരെയുള്ള തിരുവചനത്ത് കർത്താവ് ഈ വിധത്തിൽ കടന്നു നിന്ന് നമ്മൾ കാണുന്നു. നസ്രേത്ത് വിട്ട് സെബൂലൂൻ്റെയും നഫ്താലിയുടെ അതിരുകളിൽ കടൽക്കരയുള്ള കബർന്നഹൂമിൽ ചെന്ന് പാർത്തു. സെബൂലൂൻ്റെ ദേശവും നഫ്താലി ദേശവും കടൽക്കരയും യോർദാൻ അക്കരെയുള്ള നാടും ജാതികളുടെ ഗലീലായും ഇങ്ങനെ ഇരുട്ടിലിരുന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു. മരണത്തിൻ്റെ ദേശത്തിലും നിഴലിലിരിക്കുന്നവർക്ക് പ്രകാശം ഉദിച്ചു എന്ന് യെശയ്യാ പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്ത് നിവർത്തിയാകുവാൻ ഇടവന്നു. അന്ന് മുതൽ യേശു ദൈവരാജ്യം സമീപിച്ചിരിക്കാൻ മാനസാന്തരപ്പെടുവിൻ എന്ന് പ്രസംഗിച്ചു തുടങ്ങി. ഇവിടെ നാം വായിക്കുകയാണ്, യേശു നസ്രേത്ത് വിട്ട് സെബൂലൂൻ്റെയും നഫ്താലിയുടെയും പ്രദേശത്തേക്ക് ചെന്ന് പാർത്തപ്പോൾ അവിടെ ഇരുട്ടിലിരുന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു. മരണത്തിൻ്റെ നിഴലിലിരിക്കുന്നവർക്ക് പ്രകാശം ഉദിച്ചു. യേശു അവൻ വെളിച്ചമായതുകൊണ്ട് അവൻ കടന്നു ചെന്ന ദേശത്തേക്ക് വെളിച്ചം കടന്നു വന്നു. ഇരുളിൻ്റെ അധികാരത്തിൽ നിന്ന് ആ ജനത്തെ വിമോചിപ്പിക്കുവാൻ തക്കവിധം അവൻ്റെ ദൈവവചന പ്രഘോഷണം, അവനിലൂടെയുള്ള വചന വെളിച്ചത്തിൻ്റെ പ്രവാഹം അവിടെ ആരംഭിച്ചു എന്ന് നമ്മൾ കാണുകയാണ്. യേശുവിൻ്റെ വെളിച്ചം തൻ്റെ ഉള്ളിൽ സൂക്ഷിക്കുന്ന ഏതൊരു ദൈവവൈതലിനും ഈ വെളിച്ചം താനായിരിക്കുന്ന സമൂഹങ്ങളിലേക്ക് പ്രസരിപ്പിക്കുവാൻ കഴിയണം. അപ്പോഴാണ് ആ വെളിച്ചത്തിന് മീനിങ് ഫുള്ളാകുന്നത്, അല്ലേ? അബ്രാഹാം എന്ന് പറയുന്ന പിതാവിനെ നിങ്ങളോ നോക്കുക. അബ്രാഹാം എന്താണ്?
ദൈവത്തിൻ്റെ വചനം കേട്ട് ദൈവത്തെ അനുസരിച്ച് അദ്ദേഹം തൻ്റെ വീടും നാടും സ്വന്തം എല്ലാം വിട്ട് കർത്താവിൻ്റെ വചനം മാത്രം കേട്ട് അവൻ പുറപ്പെട്ടതാണ്. പക്ഷേ അവൻ പോകുന്ന ദേശങ്ങളിലെല്ലാം ദൈവത്തിൻ്റെ വചനത്തിൽ അടിയുറച്ച് പോകുന്നത് കൊണ്ട് അവൻ വിശ്വാസികളുടെ പിതാവ് എന്ന് അവന് പേര് കിട്ടി. കാരണം അവൻ ദൈവവുമായിട്ടുള്ള ഉടമ്പടി പ്രാപിച്ചപ്പോൾ ഉടമ്പടി അവൻ മാത്രമല്ല പ്രാപിച്ചത്, അവനും അവൻ്റെ മക്കളും അവൻ്റെ ദാസന്മാരും ദാസികളും എല്ലാം ദൈവവുമായിട്ടുള്ള ഉടമ്പടിയുള്ളവരായി മാറി. അവൻ്റെ കൂടെയുള്ളവരെല്ലാവരും അവൻ കടന്നു ചെന്ന് എല്ലായിടത്തും എന്താണ് അവൻ്റേതായിട്ടുള്ള ആ വിശുദ്ധിയുടെ വഴി വിടാതെ വിശുദ്ധിയുടെ വഴിയിൽ അവരെയും കൊണ്ടുവരുവാൻ അവനെ കൊണ്ട് കഴിഞ്ഞു. അവൻ്റെ വിശുദ്ധിയുടെ മാർഗത്തിലേക്ക് മറ്റുള്ളവരെ സ്വാധീനിക്കാൻ കഴിഞ്ഞു. സോദോമിലേക്ക് മാലാഖമാർ ആ ദേശത്ത് നശിപ്പിക്കാനായിട്ട് ദൈവദൂതർ പോകുമ്പോൾ അവരുടെ മുമ്പിലേക്ക് കടന്നു ചെല്ലുവാനും അവരുടെ രക്ഷയ്ക്ക് വേണ്ടി അവർക്ക് വേണ്ടി യാചിക്കാനും എന്താണ് അബ്രാഹാം പിതാവിന് കഴിയുന്നുണ്ട്. എന്നാൽ ദൈവത്തിൻ്റെ വാഗ്ദത്തമെല്ലാം പ്രാപിച്ച് കടന്നു വന്ന വ്യക്തി അബ്രാഹാമായിരുന്നു. ഞാൻ കാണിപ്പാനുള്ള ദേശത്തേക്ക് പോവുക എന്ന് ദൈവം അബ്രാഹാമിനോടാണ് കൽപ്പിച്ചത്. പക്ഷേ അബ്രാഹാമിൻ്റെ കൂടെ പോന്ന ലോത്ത് പക്ഷേ ഈ വഴിയിൽ വെച്ച് ആ ദേശത്ത് കറക്റ്റ് ആ സ്ഥലത്തെത്തി കഴിഞ്ഞപ്പോഴത്തേക്കും ഇടയന്മാർ തമ്മിലുള്ള വഴക്കിനെ പ്രതി അവർ തമ്മിൽ പിരിയുന്ന സാഹചര്യം ഉണ്ടായി. അപ്പോൾ അബ്രാഹാം വളരെ നീതിയോടെ തൻ്റെ ഏറ്റവും വലിയ അവകാശം എൻ്റെ ദൈവമാണ് എന്ന് കണ്ടുകൊണ്ട് നിനക്കിഷ്ടമുള്ളത് നീ ഇടത്തോട്ടെങ്കിൽ ഞാൻ വലത്തോട്ട് പോയിക്കൊള്ളാം, നിനക്ക് ഉള്ള ഭാഗം ഏതെന്ന് വെച്ചാൽ നീ എടുക്കുക എന്ന് പറഞ്ഞ് നിഷ്കളങ്കതയോടെ അവനുമായിട്ട് പിരിയുന്നത് നമ്മൾ കാണുന്നുണ്ട്. ലോത്ത് നോക്കിയിട്ട് ഏറ്റവും പച്ചപ്പും നീരോട്ടമുള്ള സ്ഥലം എന്ന് കരുതി അവൻ സോദോം ഗൊമോറ അവൻ തിരഞ്ഞെടുക്കുകയാണ്. അവൻ സോദോമിൽ പോയി താമസമാക്കിയ ലോത്തിനെ പറ്റി നമ്മൾ കാണുന്നുണ്ട്. ലോത്തും നീതിമാനായിരുന്നു. അബ്രാഹാമിൻ്റെ വഴിയിലൊക്കെ സഞ്ചരിച്ച് നീതിയോടെ അബ്രാഹാം വന്ന വഴികൾ എന്തെന്ന് കാണുകയെല്ലാം ചെയ്തവനായിരുന്നു. പക്ഷേ ദൈവത്തേക്കാൾ കൂടുതലായി അവൻ ഭൗതിക സമ്പത്തിന് വില കൊടുത്തു. ദൈവത്തേക്കാൾ കൂടുതലായി അവൻ്റെ കണ്ണ് ഭൗതികമായ സ്വത്തിൽ കേന്ദ്രീകൃതമായിരുന്നു. അതുകൊണ്ട് എന്താ സംഭവിച്ചതെന്ന് നമ്മൾ പിന്നീട് കാണുന്നു. എന്ത് സംഭവിക്കുന്നു? പിന്നീട് മാലാഖമാർ അങ്ങോട്ട് കടന്നു പോകുമ്പോൾ അബ്രാഹാം അവർ എന്താണ് മാലാഖമാരുമായിട്ട് ലോത്തിനെ പ്രതി ആ ദേശത്തെ രക്ഷിക്കാൻ വേണ്ടി മധ്യസ്ഥ യാചിക്കുകയാണ്. 50 പേര് 40 പേര് 30 പേര് എന്നൊക്കെ പറഞ്ഞ് ഒടുവിൽ 10 വരെ ചെന്നെത്തുമ്പോൾ, കാരണം അബ്രാഹാമിനൊരു പ്രത്യാശയുണ്ട്. ലോത്തായിരിക്കുന്ന ദേശത്ത് ലോത്ത് അവൻ എൻ്റെ ജീവിതത്തിൻ്റെ വഴിയിൽ ഞാൻ സഞ്ചരിച്ച മാർഗങ്ങളെല്ലാം കണ്ടു പഠിച്ചിട്ടുള്ളതാണ്. അവൻ ആ ദേശത്ത് ഒരു 10 പേരെങ്കിലും നീതിയുടെ മാർഗത്തിലേക്ക് വിശുദ്ധിയുടെ മാർഗത്തിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ടാവും. തൻ്റെ ഉള്ളിലെ വെളിച്ചം എന്താണ്? യഹോവ എന്ന യഥാർത്ഥ വെളിച്ചം 10 പേരുടെയെങ്കിലും അടുക്കിലേക്ക് കൊണ്ടുവന്ന് ചെല്ലുവാൻ അവന് കഴിഞ്ഞിട്ടുണ്ടാവും എന്ന് അബ്രാഹാമിന് പ്രത്യാശയുണ്ടായിരുന്നു. പക്ഷെ ആ ദേശത്ത് കടന്നു ചെന്നപ്പോൾ നമ്മൾ കാണുന്നത് ലോത്തിനെ അവിടെ എല്ലാവർക്കും അറിയാം. അവൻ്റെ വീട്ടിൽ ആര് വന്നാലും എല്ലാവരും അറിയുന്നുണ്ട്. അതുകൊണ്ട് ആ ദേശം മുഴുവൻ അവൻ്റെ വീട്ടിൽ ഒന്നിച്ചു കൂടി. പക്ഷേ ആ നാശത്തിൻ്റെ സമയത്ത് അവനെ രക്ഷിച്ചെടുക്കുവാൻ അവിടെ 10 പേരുടെ മേളിൽ പോലും തൻ്റെ വെളിച്ചം പകർത്തുവാൻ ലോത്തിനെ കൊണ്ടായില്ല എന്ന് നമ്മൾ കാണുകയാണ്. പുറത്തുനിന്ന് 10 പേരെ കിട്ടിയില്ല എന്നുള്ളതല്ല, അവൻ്റെ മക്കളെ വിവാഹം കഴിച്ചിട്ടുള്ള മരുമക്കളെ പോലും അവനോട് കൂടെ ചേർത്ത് നിർത്തുവാൻ ലോകത്തിന് കഴിഞ്ഞില്ല. ഒടുവിൽ അവൻ ഈ ലോകത്തിൽ പിടിച്ചു നേടിയ സമ്പാദ്യങ്ങളെല്ലാം വിട്ട് ഉപേക്ഷിച്ചിട്ട് അവൻ പോരുന്ന വഴിയിൽ അവൻ്റെ ഭാര്യയെപ്പോലും രക്ഷിച്ചെടുക്കാൻ അവന് കഴിഞ്ഞില്ല എന്നുള്ളത് നമ്മൾ കാണുന്നു. പിന്നെ അവനാകെ രക്ഷിച്ചെടുക്കുന്ന എന്താണ്? അവൻ്റെ 2 പെൺമക്കളെ മാത്രമാണ്. ആ പെൺമക്കൾ പോലും അവന് ആത്യന്തികമായി സന്തോഷമല്ല, അവന് നിത്യമായ ലജ്ജയുടെ അനുഭവം പകർന്നു കൊടുക്കുന്ന ഒരു അനുഭവത്തിലേക്ക് പോകുന്ന ചരിത്രങ്ങളാണ് നമ്മൾ വായിച്ച്
കാണുന്നത്. പ്രിയമുള്ളവരെ, നമ്മൾ തൻ്റെ ജീവിതത്തിലെ വിശുദ്ധിയെ ദൈവത്തോടുള്ള ബന്ധത്തിൽ നമ്മൾ ഊതി കത്തിക്കുന്നില്ലെങ്കിൽ എന്താണ്? ഊതി കത്തിക്കാത്ത ദൈവബന്ധത്തിൽ യഥാർത്ഥ വെളിച്ചമാകുന്ന ദൈവത്തോട് ചേർന്ന് നിൽക്കാത്ത വെളിച്ചങ്ങളൊക്കെ എന്തു ചെയ്യും? അത് നഷ്ടപ്പെട്ടു പോകും. യേശുക്രിസ്തു ജീവൻ്റെ വെളിച്ചമാണ്. ജീവനുള്ളത് എന്താണ്? ജീവനുള്ളത് എപ്പോഴും വളർന്നുകൊണ്ടേയിരിക്കും. വളരാത്തതിനൊന്നും ജീവനില്ല. ജീവൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അത് വളർന്നുകൊണ്ടിരിക്കുന്നതാണ്. പ്രിയമുള്ളവരെ, അതുകൊണ്ട് നമ്മുടെ ഉള്ളിലെ വെളിച്ചം വളരുന്ന ജീവനുള്ള വെളിച്ചമായിരിക്കണം. മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുത്തുകൊണ്ടിരിക്കുന്ന വെളിച്ചമായിരിക്കണം. ഈ വെളിച്ചം എങ്ങനെയാണ് പകർന്നു കൊടുക്കുക? അവൻ്റെ വചനത്തോടുള്ള ബന്ധത്തിലാണ് ഈ വെളിച്ചത്തെയും നമുക്ക് പകർന്നു കൊടുക്കാൻ കഴിയുക. പ്രിയമുള്ളവരെ, സങ്കീർത്തനങ്ങളുടെ പുസ്തകം 119 105 തിരുവചനത്തിൽ ഇങ്ങനെ പറയുന്നു: നിൻ്റെ വചനം എൻ്റെ കാലിന് ദീപവും എൻ്റെ പാതയ്ക്ക് പ്രകാശവുമാണ്. ദൈവവചനത്തോട് നീ ചേർന്ന് നിന്നാൽ നിൻ്റെ ജീവിതത്തിൽ നിനക്ക് വെളിച്ചമുണ്ടാകും. ദൈവവചനത്തോടുള്ള ചേർന്ന് നിൽപ്പാണ് നിന്നെ പ്രകാശിപ്പിക്കുന്നത്. സങ്കീർത്തനം 119:30 പറയുന്നു: നിൻ്റെ വചനങ്ങളുടെ പ്രകാശനം പ്രകാശപ്രദമാകുന്നു എന്ന്. നിൻ്റെ വചനങ്ങളുടെ പ്രകാശനം ദൈവവചനത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ നീ ഒരു പ്രകാശമായി രൂപാന്തരപ്പെടും. പ്രിയമുള്ളവരെ, അതുകൊണ്ട് കർത്താവിനോട് ചേർന്ന് നിൽക്കുവാൻ, അങ്ങനെ ഒരു വെളിച്ചമാകുവാൻ, നമ്മൾ വെളിച്ചമായ നമ്മൾ മാത്രമല്ല, നമ്മുടെ കൂടെയുള്ളവരെല്ലാം രക്ഷിക്കപ്പെടും. അപ്പസ്തോല പ്രവർത്തനം 1:16-31 പറയുന്നു: കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. നീ വിശ്വസിക്കുമ്പോൾ നീ മാത്രമല്ല, നിൻ്റെ കുടുംബവും നീ ചേർന്ന് നിൽക്കുന്ന സമൂഹങ്ങളിലേക്കൊക്കെയും ഈ രക്ഷയുടെ അനുഭവം കടന്നു വരുന്നുവെന്ന് ദൈവവചനം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. പ്രിയമുള്ളവരെ, അതുകൊണ്ട് യേശു എന്ന യഥാർത്ഥ വെളിച്ചത്തിലേക്ക് കടന്നു വരുവാൻ, അവനാണ് യഥാർത്ഥ വെളിച്ചമെന്ന് തിരിച്ചറിയുവാൻ, ആ വെളിച്ചത്തെ അനുഗമിക്കുവാൻ, അങ്ങനെ ഇരുളിൽ നടക്കാതെ ജീവൻ്റെ വെളിച്ചമുള്ളവരായി ജീവിക്കുവാൻ, ആ ജീവൻ്റെ വെളിച്ചം നമ്മളായിരിക്കുന്ന നമ്മുടെ കുടുംബത്തിൽ, നമ്മളുടെ ജോലിസ്ഥലങ്ങളിൽ, നമ്മൾ കടന്നു ചെല്ലുന്ന എല്ലാ ഇടങ്ങളിലും, നമ്മൾ വ്യാപരിക്കുന്ന ഇടങ്ങളിലെല്ലാം യേശുവിൻ്റെ സത്യത്തിൻ്റെ വെളിച്ചം പ്രസരിപ്പിക്കുന്നവരായി തീരുവാൻ നമുക്കിടയായിത്തീരട്ടെ എന്ന് ആശംസിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. Maria.